എൻ്റെ പേര് ബാബു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കറിയാണ്. എൻ്റെ കടുക് ഇടാൻ പോയത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് ഇടാൻ പോകുന്ന അവസരം. ഓക്കെ, അപ്പം കടുകിട്ട് അടുത്തതായിട്ട് ഇടുന്നത് സവാള, 5 സവാള. 1 കിലോ നാടൻ ചിക്കനാണ്. അര കിലോ സവാള. കുറച്ച് ചെറിയ ഉള്ളി. 1 കിലോ ചിക്കന് കുറച്ച് ആവശ്യത്തിന് മാത്രം ചെറിയ ഉള്ളി, 5 സവാള, കറിവേപ്പില, പച്ചമുളക്. ഇത്ര നമ്മൾ വഴറ്റുകയാണ്. ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. വഴറ്റി തുടങ്ങാതെ സവാള ചെറിയ ഉള്ളി വഴറ്റണം. നല്ല വൃത്തിയായിട്ട് വഴറ്റി എടുക്കണം. അതിൻ്റെ കൂടെ ടൊമാറ്റോ ഇട്ട് കൊടുക്കണം. 1 ടൊമാറ്റോയാണ് ആവശ്യത്തിന്. 1 ടൊമാറ്റോ ഇട്ട് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതായി സാധനം ആവശ്യത്തിന് മാത്രം ഇടാം. കറിവേപ്പില ആവശ്യത്തിന്. നാടൻ ചിക്കനാണ്, നമ്മളെ വീട്ടിൽ വളർത്തി കോഴി. ടേസ്റ്റുള്ള സാധനം ഇത് എടുക്കാൻ. ഇതിൻ്റെ കൂടെ ഞങ്ങൾ കഴിക്കുന്ന ചപ്പാത്തി ആണ്. ഇതിൻ്റെ കൂടെ ചപ്പാത്തികളാണെങ്കിൽ നല്ല രസമായിരിക്കും ഉണ്ടാക്കി കഴിക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കേട്ടോ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. രണ്ടാമത് മല്ലിപ്പൊടി, ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി, കാശ്മീരി ചില്ലിയും രണ്ടും കൂടെ മിക്സ് ചെയ്താണ്, ഒരു 1.5 സ്പൂൺ. അതെടുത്ത് കുരുമുളക് പൊടി ആവശ്യത്തിന്. കുരുമുളക് പൊടി നല്ല ടേസ്റ്റ് കിട്ടും കുരുമുളക് പൊടിക്ക്. വീണ്ടും നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ വഴറ്റി കിട്ടിയെങ്കിൽ അത് ആയി കിട്ടുള്ളൂ കേട്ടോ. നല്ലതുപോലെ വഴറ്റണം. ഇതെൻ്റെ ആദ്യമായിട്ടുള്ള കുക്കിങ്ങാണ്. നിങ്ങൾ നോക്കി കുറച്ച് ഉപ്പും കൂടെ ഇട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു വർഷം നമ്മളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറേ കുക്കിങ്ങൊക്കെ പഠിച്ചത്. സാറിൻ്റെ കൂടെ ഡൽഹിയിലായിരുന്നു. സാറ് പാർലമെൻ്റ് കൊള്ളും. ഞാൻ ഡൽഹി സാറിൻ്റെ കൂടെ പോയി അവിടെ നിന്നിട്ടുണ്ട്. സാറിൻ്റെ കൂടെ തിരിച്ച് സാറിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതിനുശേഷം റഹ്മാൻ സാറിൻ്റെ കൂടെ സിനിമാ നടൻ സൽമാൻ സാറിൻ്റെ ഫാദറിനെ നോക്കാൻ വേണ്ടി നിലമ്പൂരുണ്ടായിരുന്നു. പുള്ളിയുടെ ഫാദർ മരിക്കുന്നത് എൻ്റെ കയ്യിലായിരുന്നു. രാവിലെ 5 മണിക്ക് ശേഷം വെള്ളം കൊടുത്ത് ഞാൻ ആ സാറിൻ്റെ കൂടെ പോയി കുറച്ച് നാളുണ്ട്. സാറിൻ്റെ വാപ്പാനെ നോക്കാൻ വേണ്ടി അവിടെ ഓൺലൈൻസായിട്ട് കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്തത്. സാറിൻ്റെ ഫാദറിൻ്റെ ഓൺലൈൻസായിട്ട് ഇപ്പോൾ എല്ലാം ചെയ്ത് ലാസ്റ്റ് മരണം വരെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നു. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ ബോംബെയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ബോംബെ ദാദർ, ബീച്ച്, സാന്താക്രോസ് എയർപോർട്ട്, ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് 35 വർഷത്തോളം പുള്ളിക്കാരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ശേഷം എൻ്റെ വീണ്ടും ഞാൻ എയർലൈൻസിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് അൾട്ടിമേറ്റ് ട്രാവൽസിൽ. അവിടെയാണ് ഇപ്പോൾ ഞാൻ. കുറേ നാൾ ബോംബെയിലൊക്കെ ആയിരുന്ന കൊണ്ട് കുട്ടിക്കാലം പോലെ പോയത്. 5 വയസ്സൊക്കെ 6-7 വയസ്സുള്ള ബോംബെ പോയതാണ്. പിന്നെ ബോംബെയിലുള്ള ജീവിതം അവിടുന്ന് ബുക്കിംഗ് എല്ലാം പഠിച്ച് ഒറ്റയ്ക്കുള്ള ജീവിതം സാറിൻ്റെ കൂടെയുള്ള ഇത്. പിന്നെ എയർലൈൻസിൻ്റെ കൂടെ ആയിരുന്നു സാറിൻ്റെ കൂടെ. അപ്പോൾ നല്ല ഇതായിരുന്നു. അങ്ങനെ കുറേശ്ശെ കുക്കിംഗ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇത് ചെയ്യുന്നു. പിന്നെ അതുപോലെ സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോഴും ഇലക്ഷൻ വർക്കിനും കഴിഞ്ഞ വർഷം ഒരു 5-6 വർഷം മുമ്പ് സാറിൻ്റെ കൂടെ വന്നപ്പോൾ ചെയ്യുമായിരുന്നു. കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നല്ല ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. 2 മിനിറ്റ് ഞാൻ കുക്കറിൽ വേവിച്ച ആ വെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത്. നാടൻ ചിക്കനായതുകൊണ്ട് വെന്ത് കിട്ടത്തില്ല, കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഈ വെള്ളം ഞാൻ ഒഴിക്കുന്നത്. ഒന്ന് തിളയ്ക്കട്ടെ. നമുക്ക് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമ്മൾ നോക്കുകയാണ് ഇതെങ്ങനെയായെന്ന് അറിയാൻ വേണ്ടി. ജസ്റ്റ് ചോറ് ഇളക്കിയൊക്കെ വയ്ക്കുന്നത് കേട്ടോ. ഇളക്കട്ടെ.
കറി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നാടൻ ചിക്കനാണെങ്കിൽ വേവ് കുറച്ച് കൂടുതലുള്ളത്, കുറച്ച് സമയമെടുക്കും, കുറച്ചുകൂടെ കിടക്കാം. 10 മിനിറ്റ് എടുത്ത് ചിക്കൻ കറി വേവാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. അടുപ്പിൽ നിന്ന് ഇത് വാങ്ങാം. വാങ്ങി ഞാൻ വയ്ക്കാൻ പോവുകയാണ്. ഇത് നേരത്തെ ഒഴിക്കാണ് ടേസ്റ്റ് ചെയ്യാനുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കുന്നത്. സൂപ്പർ, അടിപൊളി ഭാഗം.